സർക്കാർ രാജ്ഭവൻ തർക്കത്തിനിടെ നാളെ മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും ഗവർണറെ സന്ദർശിക്കും. ചർച്ചകൾക്കിടെയും താൽക്കാലിക വൈസ് ചാൻസലർ നിയമനത്തിൽ സുപ്രീം കോടതിയിൽ ഉപഹർജി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സിസ തോമസിന്റെയും ശിവപ്രസാദിന്റെയും നിയമനം തടയണമെന്നാണ് ആവശ്യപ്പെടുക. ഡിജിറ്റൽ സാങ്കേതിക വിസിമാരുടെ കാര്യത്തിൽ വീണ്ടും വിചാരം വേണ്ടെന്നാണ് ഗവർണറുടെ നിലപാട്. പ്രതികരണം വൈസ് ചാൻസലറും മറ്റ് ഭരണ സംവിധാനങ്ങളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് പല തവണ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചും നേരിട്ട് സംസാരിച്ചും ഇടപെടുകയുണ്ടായി. നാളെ മന്ത്രിസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയമവകുപ്പ് മന്ത്രിയും ചാൻസലറെ കാണാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നാളെ മിനിസ്റ്റർമാരുടെ സന്ദർശനത്തിന് ശേഷം സെക്രട്ടറി പോകുന്ന കാര്യം ആലോചിക്കാമെന്നാണ് അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നമ്മളിത് കൂടുതൽ വിവാദങ്ങളിലേക്കോ തർക്കവിതർക്കങ്ങളിലേക്കോ പോകാനല്ല ആഗ്രഹിക്കുന്നത്. സുപ്രീം കോടതി വിധിയുടെ ഒരു അന്തസ്സത്ത സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി പോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഗുഡ് ഈവനിങ്. റോഷി, ഒരു സമവായ നീക്കത്തിനാണോ സർക്കാർ ഇപ്പോൾ ഒരുങ്ങുന്നത്? സ്ഥിരം VC നിയമനത്തിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ പാനലിൽ നിന്ന് നിയമനം നടത്താമെന്ന് ഗവർണറുടെ ഒരു അനൌദ്യോഗിക ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ റോഷി? അരുൺകുമാർ, നാളെ മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും രാജ്ഭവനിലേക്ക് പോകുന്നതിനെ അതൊരു അനുനയ നീക്കമായി കാണാൻ കഴിയില്ല. കാരണം നേരത്തെ മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടത് സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഗവർണർ എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്നാണ്. അതിനുവേണ്ടി ചർച്ചകൾക്ക് 2 മന്ത്രിമാരെ രാജ്ഭവനിലേക്ക് അയക്കുന്നു. അവർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകണമെന്ന ആവശ്യമുണ്ടായിരുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടിക്കാഴ്ച. അതേസമയം കഴിഞ്ഞ ദിവസം സ്ഥിരം വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സർവകലാശാല, സാങ്കേതിക സർവകലാശാലയും പട്ടിക സർക്കാർ ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. ഈ പട്ടികയിൽ ഗവർണർ എടുക്കുന്ന തീരുമാനം ഒരു ഭാഗത്ത് നിർണായകമാണ്. അതേസമയം ഗവർണർ മറുഭാഗത്ത് താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിച്ചതിൽ സർക്കാരിന് അസംതൃപ്തിയുണ്ട്. പക്ഷേ സ്ഥിരം വൈസ് ചാൻസലർമാരുടെ പട്ടിക കൈമാറിയ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇതിൽ തീരുമാനം സർക്കാരിന് അനുകൂലമായ രീതിയിൽ ഉണ്ടാകുമെന്ന് കണക്കൂട്ടുന്നു. അതിനപ്പുറത്തേക്ക് 2 പ്രധാനപ്പെട്ട സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ഗവർണർ ഒപ്പുവെച്ചില്ല. ഈ കാര്യം കൂടി ഒരുപക്ഷെ നിയമമന്ത്രി പി രാജീവും ഒപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതിലൊന്ന് സ്വകാര്യ സർവകലാശാല ബില്ലാണ്. രണ്ടാമത്തേത് സർവകലാശാല നിയമ ഭേദഗതിയാണ്. ഒരുപക്ഷെ സ്വകാര്യ സർവകലാശാല ബില്ലിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒപ്പുവെക്കാൻ സാധ്യതയുണ്ട്. അരുൺകുമാർ, താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.